ഇല്ല ഇല്ല വെക്ക് വെക്ക് വെള്ളത്തിന്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹായ് പറഞ്ഞേ. അപ്പോൾ ഇന്ന് നമ്മൾ മാട്ടൂലെ പെറ്റ് സ്റ്റേഷനിലായിട്ടാണ് പോകുന്നത്. കണ്ണൂരിൽ എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ മാട്ടൂല് പെറ്റ് സ്റ്റേഷൻ. നല്ല മഴയാണ്, സമയം ഏകദേശം 5 മണിയായി. അപ്പോൾ 7:30 വരെ ഉള്ളൂ, ക്ലോസ് ആവുന്നതിന് മുമ്പ് നമുക്ക് പോകണം. അപ്പോൾ നമുക്ക് പോയാലോ, ബാ. Mommy, where are you going? കണ്ണൂരുള്ള മാട്ടൂൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പെറ്റ് സ്റ്റേഷൻ ആക്ച്വലി ലൊക്കേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ പെറ്റ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു സീ ഉണ്ട്. നമുക്ക് പെറ്റ് സ്റ്റേഷനും കാണാം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീയും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അതായത് ഒരേ സമയത്ത് നമുക്ക് 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കണം. പെർ ഹെഡ് 150 റുപ്പീസാണ് ഇവിടെ ടിക്കറ്റിന് റേറ്റ് ഉള്ളത്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. മോൾക്ക് വേണ്ടിയാണ് ആക്ച്വലി ഞങ്ങൾ മെയിനായിട്ടും ഈ പെറ്റ് സ്റ്റേഷൻ കാണാൻ തന്നെ കാരണം അവൾക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പെറ്റ് സ്റ്റേഷനകത്തുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്ക് അരാപ്പൈമേനെ കാണാം. അതായത് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ഫിഷാണ് അരാപ്പൈമ. ഇത് 3 മീറ്ററും അതിലധികവും ഇത് വളരും എന്നാണ് പറയുന്നതെന്നല്ല 5 മീറ്റർ വരെയുള്ള അരാപ്പൈമേനെ ഇതുവരെ പിടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മേലേന്നും കാണാം കേട്ടോ. ആ ഒരു ഇതുപോലൊരു സെറ്റപ്പും കൂടെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പെറ്റ് സ്റ്റേഷനിൽ ആക്ച്വലി എനിക്ക് തോന്നിയത് ഭയങ്കര നീറ്റാണ്, എല്ലാം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അത്രയും നീറ്റായിട്ടാണ്. അതായത് ഇത്രയും ആനിമൽസ് ഉള്ളതിൻ്റെ ആ ഒരു സ്മെല്ലോ അതിൻ്റെ വേസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. വളരെ നീറ്റായിട്ടാണ് അവർ പെറ്റ്സിനെ എല്ലാം നോക്കുന്നത്. പിന്നെ കൂട്ടിലിട്ടിട്ട് നമ്മൾക്ക് ആനിമൽസിനെ കാണുമ്പോൾ ഉള്ളൊരു വിഷമം എന്തായാലും ഉണ്ടാകും. അതിപ്പം സൂലായാലും എവിടെയായാലും അങ്ങനെ തന്നെയാണ്. അതൊഴിച്ച് കഴിഞ്ഞാൽ എല്ലാം എന്താ പറയുക അടിപൊളിയാണ്, വളരെ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആനിമൽസിലെ കൂടെ കാണാം. ഇവിടെ ഇതുപോലെ ഒരുപാട് ബേർഡ്സ്, അതുകൂടാതെ ഓസ്ട്രിച്ച്, ക്യാമൽ, പിന്നെ കുറേ ആക്ടിവിറ്റീസ്, ഫിഷ് ഫീഡിങ്, സ്നേക്കിനെ എടുക്കുക, അതുപോലെയുള്ള ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട് കേട്ടോ. ഏതായാലും ആ റേറ്റിന് അത് വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതുപോലെ നമുക്ക് കുട്ടികളുടെ സന്തോഷം അവരുടെ കണ്ണിൽ കാണാം. ഇത്രയും ആനിമൽസിനെയൊക്കെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം നമുക്കായാലും ഒരുപാട് ആനിമൽസിനെയും ഒക്കെ കാണാൻ പറ്റി. പുതിയ ഇവിടെ ഇവർ കുറേ കൺട്രീസിൽ നിന്നും പല ആനിമൽസിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ക്രോസ് ബ്രീഡ് ചെയ്ത ആനിമൽസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ക്യാറ്റ്സ്, പിന്നെ മങ്കി എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കൂടെ കാണാം. അതാരെ
എൻ്റെ പേടി എക്സ്പ്രഷനും കണ്ടാൽ ഈ കുട്ടി കുറച്ച് ഓവറല്ലേ എന്ന് ആർക്കും തോന്നിപ്പോവും. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്, എനിക്ക് അത്രയും പേടിയാണ്. എനിക്ക് ആനിമൽസിനെ എല്ലാം ഭയങ്കര പേടിയാണ്. ഞാൻ ഇതുവരെ ഒരു ആനിമലിനെ തൊടുകയോ, എനിക്കങ്ങനെ ഇഷ്ടമാണ് കാണാൻ, പക്ഷെ തൊടുന്ന എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത്രയും പേടിയുള്ളൊരു സാധനം വേറെയില്ല. എന്നെപ്പോലെ പേടിയുള്ള ഒരുപാട് പേരുണ്ടാവുമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ആനിമൽസിനോടും ഒക്കെ പേടി കാണുമല്ലോ. എനിക്ക് ഏറ്റവും പേടി ഇതിനെയാണ്, ആനിമൽസിനെ ഭയങ്കര പേടിയാണ് കേട്ടോ. പക്ഷെ പേടിയില്ലാത്ത ഒരാൾ ഇതാ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ധൈര്യത്തോടെ ഫിഷിനെ ഫീഡ് ചെയ്യുന്ന ഒരാളാണ്. ആൾക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തൊടാനും ഇതാക്കാനും ഒരു പേടിയില്ല. അതുകൊണ്ട് വളരെ ധൈര്യത്തിലാണ് ഫീഡ് ചെയ്യുന്നത്. അതെങ്ങനെ കൊടുത്ത ഇതാ ഈ കവുവിനെ കണ്ടോ? ഇതിനെ നമുക്ക് വീട്ടിൻ്റെ അകത്ത് വളർത്താൻ പറ്റുന്ന ഒരു കവുവാട്ടോ. അത് എന്താ പറയുക, അത്രയേ വളരുള്ളൂ, അതിന് അത്രയേ നീളം വെക്കുള്ളൂ. ആ ഒരു കുഞ്ഞു കവുവാണ്. എന്താ കവ് തന്നെയാണ്, കാഫല്ല. അത്രയും എന്താ പറയുക ക്യൂട്ടായിട്ടുള്ളൊരു കവുവാണ്. നമുക്ക് വീട്ടിനകത്തൊക്കെ വളർത്താൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇത്രയും പെറ്റ്സിനെയൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങാൻ നേരത്ത് അവിടെ ഇറങ്ങുന്നിടത്ത് ഒരു 2 കുതിരയുണ്ട് കേട്ടോ. ഒരു വെള്ള കുതിരയും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബ്രൗൺ കുതിരയുണ്ട്. അപ്പോൾ അതിനെയും കൂടെ കണ്ടു. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ കാണുന്നവരെ